മരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയതിൽ ഭാരങ്ങൾ ഏറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയതിൽ ഭാരങ്ങൾ ഏറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. തിരുകൃപ മതി എനിക്ക്. ഈ മരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ലോകത്തെ വെറുത്തിടുവാൻ പാപത്തെ ജയിച്ചിടുവാൻ ശത്രുവോട് എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. ലോകത്തെ വെറുത്തിടുവാൻ പാപത്തെ ജയിച്ചിടുവാൻ ശത്രുവോട് എതിർത്തിടുവാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. തിരുകൃപ മതി എനിക്ക്. ഈ മരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരു യാത്രയതിൽ തിരുകൃപ മതി. ഓഹോ വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടം ഓടി തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടം ഓടി തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. തിരുകൃപ മതി എനിക്ക്. ഈ മരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരു യാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. സ്തോത്രം. മൊർദെഖായിക്കെതിരെ ഹാമാൻ ഒരു കഴുമരവും തൂക്കി നിൽക്കുകയാണ്. പക്ഷേ സ്തോത്രം, പിറ്റേ പ്രഭാതമാകും മുമ്പേ സ്വർഗത്തിലെ ദൈവ രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തി.
ഹാമാൻ പല പദ്ധതികളും ഒരുക്കി, പക്ഷെ മൊർദെഖായി ഒന്നും അറിഞ്ഞില്ല. പക്ഷെ അറിഞ്ഞൊരു ദൈവം ഉണ്ടായിരുന്നു. അറിഞ്ഞൊരു ദൈവം ഉണ്ടായിരുന്നു. നിങ്ങൾക്കെതിരെ, നമുക്കെതിരെ ശത്രു ചില കെണികളൊക്കെ ഒരുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ ജീവിതത്തെ അറിയുന്ന ഒരു സർവശക്തനുണ്ട്. അറിയുന്നൊരു ദൈവം പറയും, മക്കളെ, ഉറക്കത്തെ കെടുത്തിയായിരുന്നാലും നിന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം ഞാൻ കൊടുക്കും. നിന്റെ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, നീ എനിക്ക് വേണ്ടി ചെയ്ത ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന, ദൈവനാമത്തിന് വേണ്ടി നിന്ന കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു രാത്രി ഉണ്ടായിരിക്കും. അത് നിനക്കെതിരെ ശത്രു കെണി ഒരുക്കുന്ന, നിന്നെ പിറ്റേ പകൽക്കാലം തകർക്കാമെന്ന് അവൻ പദ്ധതി ഒരുക്കുമ്പോൾ തലേ രാത്രിയിൽ നിനക്ക് വേണ്ടി രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് ഉറക്കത്തെ കൊടുക്കാതെ ഉണർത്തുന്ന ദൈവമാണ് ഞാൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ മൊർദെഖായി അറിഞ്ഞില്ല തനിക്ക് വേണ്ടി ഒരു കഴുമരം ഒരുക്കി. സ്തോത്രം. വരുന്ന നാളിൽ തന്നെ അതിനകത്ത് തൂക്കാൻ ശത്രു പദ്ധതി ഇട്ടിരിക്കുന്ന കാര്യം മൊർദെഖായി അറിഞ്ഞില്ല. പക്ഷെ മൊർദെഖായി അറിഞ്ഞില്ലെങ്കിലും അറിയേണ്ടവൻ അറിഞ്ഞു. അറിയേണ്ടവനെന്ത് ചെയ്തു? അറിഞ്ഞു. അത് മതി. ആർക്കൊക്കെ ആഗ്രഹമുണ്ട് എൻ്റെ വചനപ്രകാരം അപ്പൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ഇനിയുള്ള കാലഘട്ടം എൻ്റെ ദൈവം എന്നെ എന്ത് ഏൽപ്പിക്കുന്നുവോ അത് വിശ്വസ്തയോടെ നിന്ന് ചെയ്യാൻ ഞാൻ എന്നെ ഇത് ഏൽപ്പിക്കുന്നു കർത്താവേ. ഇനി എനിക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ല. എൻ്റെ അപ്പൻ തരുന്നതിന് വിശ്വസ്തയോടെ, അതെ അപ്പ, വിശ്വസ്തയോടെ, രാത്രിയും വിശുദ്ധിയോടെ, പകലും വിശുദ്ധിയോടെ അപ്പൻ്റെ വചനപ്രകാരം ജീവിക്കാൻ എന്നെ ഇത് ഞാൻ തരുന്നെന്ന് ആർക്കൊക്കെ പറയാൻ കഴിയും? ഹല്ലേലൂയ. പാപത്തോടെ എതിർത്ത് നിൽക്കാൻ, പ്രാണത്യാഗത്തോടെ പോരാടുവാൻ ഇനി ആ പാപം വേണ്ടപ്പാ. ഇനി അഴുക്ക സംസാരം എനിക്ക് വേണ്ട, അശുദ്ധമായ ചിന്ത എനിക്ക് വേണ്ട, അശുദ്ധ വാക്ക് എനിക്ക് വേണ്ട, അശുദ്ധ വിചാരം എനിക്ക് വേണ്ട, മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന സ്വഭാവം എനിക്ക് വേണ്ട. എൻ്റെ യേശു മാത്രം എനിക്ക് മതി. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് വലിയൊരു മാറ്റം വരട്ടെ. മൊർദെഖായിയുടെ ജീവിതത്തിനകത്ത് ഭയങ്കര മാറ്റമായിരുന്നു. ആ മനുഷ്യൻ പ്രാർത്ഥനയുള്ള മനുഷ്യനായിരുന്നു, വേറെ ഒന്നും അറിഞ്ഞില്ല. എന്നാൽ സ്തോത്രം, പിറ്റേ ദിവസം സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, പിറ്റേ ദിവസം ഇവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കെണി ദൈവത്തിൻ്റെ കണ്ണിനെ മറയ്ക്കാൻ ആർക്കും പറ്റിയില്ല. ദൈവം കണ്ടു. എൻ്റെ ദാസൻ എനിക്ക് വേണ്ടി മുമ്പിൽ പ്രാർത്ഥിക്കുന്ന മൊർദെഖായിക്ക് വേണ്ടി മറ്റവൻ കഴുമരം ഒരുക്കിയ ദൈവം കണ്ടു. അന്ന് രാത്രി കൊട്ടാരത്തിനകത്ത് ദൈവം ഇറങ്ങി. രാജാവിനെ തട്ടി ഉണർത്തി ഉറക്കത്തെ കെടുത്തി. രാജാവ് പറഞ്ഞു, പോയി ചെന്ന് ആ ദിനവൃത്താന്ത പുസ്തകം എടുക്കാൻ. പുസ്തകം തുറന്ന് വായിച്ചപ്പോൾ കണ്ടതേതാ? സ്തോത്രം. മൊർദെഖായി ഒരു തവണ രാജാവിനെ രക്ഷിച്ച വിവരം, അവിടെ എന്താണ് കൊട്ടാരത്തിൽ രക്ഷിച്ച വിവരം എഴുതിയിരിക്കുന്നു. അപ്പോൾ തന്നെ രാജാവ് ചോദിച്ചു, ഈ മനുഷ്യൻ ഇത്രയും കാര്യം നമുക്ക് വേണ്ടി ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ ആ രാത്രി തന്നെ നോക്കിയ പിറ്റേന്ന് കെണി ഒരുക്കി വെച്ചിരിക്കുമ്പോൾ ആ രാത്രി ഓർമ്മിച്ച രാത്രിയാണ്. ആ രാത്രി നിങ്ങളിലൂടെ ചെയ്ത ഓരോ കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചത് ഓർക്കുന്ന രാത്രിയാ. നിങ്ങൾ ദൈവഭാഗത്ത് നിന്ന് ചെയ്തത് ഓർക്കുന്ന രാത്രിയാ. ചിലപ്പം കഴിഞ്ഞ നാളുകളിൽ ചിന്തിക്കും, കർത്താവെ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് അങ്ങ് മറന്നുപോയോ? ഇല്ല, അപ്പച്ചൻ പറയും, മറന്നിട്ടില്ല മകളെ. ഞാൻ ആ പേപ്പറിനെ എൻ്റെ കയ്യിലെടുക്കും, നിന്റെ പ്രാർത്ഥന ഞാൻ കയ്യിലെടുക്കും, നിന്റെ ആ നിലവിളിച്ച ആ വിഷയത്തെ ഞാൻ കയ്യിലെടുക്കും, നിന്റെ കണ്ണുനീരിനെ ഞാൻ എൻ്റെ കയ്യിലെടുത്തിട്ട് ഞാൻ അതിന് മറുപടി നിനക്കെതിരെ ശത്രു കെണി ഒരുക്കുമ്പോഴും അവൻ വല വിരിക്കുമ്പോഴും തലേ രാത്രിയിൽ ആമെ കൊട്ടാരത്തിനകത്ത് നിന്നെ രക്ഷിക്കാൻ കഴിയുന്നവന് ഉറക്കത്തെ കെടുത്തിയിട്ട് നിന്നെ മാനിച്ചു നിർത്താൻ എനിക്ക് ഒറ്റ രാത്രി മതി മക്കളെ. ഒരുപാടൊന്നും നിമിഷം മതി. സ്ഥിതിയെ തിരുത്തി കുറിക്കാൻ നിമിഷം തീർത്ത് കളയുമെന്ന് പറയുന്നവനെ, അവൻ്റെ സ്ഥിതിയെ മാറ്റാൻ ഒരു സെക്കൻഡ് പോലും യേശുവിന് വേണ്ട. അങ്ങനെയെങ്കിൽ ഇതിനകത്തും ചില മക്കളുടെ ജീവിതത്തിനകത്ത് ശത്രു എഴുതി വെച്ചതിനെ കീറി പറിച്ചു കളയാൻ എൻ്റെ അപ്പൻ ഒരു സെക്കൻഡ് പോലും നിൻ്റെ കുടുംബത്തിനെതിരെ, നിൻ്റെ തലമുറയ്ക്കെതിരെ, നിൻ്റെ ഭാവിക്കെതിരെ, നിൻ്റെ നന്മയ്ക്കെതിരെ, സ്വസ്ഥതയ്ക്കെതിരെ നീ തീർന്നു, ഇനി ജീവിതം ഇല്ല, എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന സ്ഥാനത്ത് ഇല്ല മക്കളെ. ഞാനുണ്ട്. ഞാൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം അത്രേ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചാൽ പേടിക്കരുത്, ഒരിടത്തും പേടിക്കരുത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സമയത്ത് നടത്തുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. ദമസ്കോസിൽ വെച്ച് പിടിക്കപ്പെട്ട ഒരുവനാണ് ശൗൽ. എന്നാൽ ആ മനുഷ്യൻ അങ്ങോട്ട് പോകും തോറും പ്രശ്നങ്ങൾ നേരിട്ടു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 18-5 മുതൽ അങ്ങോട്ട് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 5-ാം വാക്യം മുതൽ വായിച്ചേ.
ഷീലാസും തിമത്തിയോസും മക്കെദോനിൽ നിന്ന് വന്നറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന്. ശുഷ്കാന്തി പൂണ്ട്, ശുഷ്കാന്തി. ഇന്നലെ സൂമിലൂടെ ശ്രദ്ധിച്ചപ്പോഴും യേശു തന്നെ ക്രിസ്തു എന്ന് കർത്താവ് വെളിപ്പെടുത്തില്ലേ? അത് 17-ാം തീയതി. ഇത് 18 അല്ല, 17-ലും ഉണ്ട്. അടുത്ത് 16-ലും അത് ഉണ്ട്, 18-ലും അതുണ്ട്. ഇന്ന് 3-ാമത്തെ തവണ അടുത്തടുത്ത് ദൈവം തരികയാണ്. അർത്ഥം ഇതിനകത്ത് ചില മക്കളുടെ മേലെ അസാധാരണമായ ഒരു ശക്തിയെ ദൈവം യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വചനത്തിലൂടെ കാര്യകാരണ സഹിതം ആത്മാവിൽ നിന്ന് സ്വർഗീയ ദർശനങ്ങൾ പ്രാപിച്ച് ആത്മാവിൻ്റെ നിറവോടെ ചില മക്കളോട് പറയുവാൻ, അല്ല യേശു തന്നെ ക്രിസ്തു എന്ന് വചനത്തിലൂടെ തെളിയിച്ച് പറയാൻ വായിരിക്കും. നിന്റെ വായോടുകൂടെ എൻ്റെ വായിരിക്കും. നീ പറയുന്ന നിന്റെ ശബ്ദമായിരിക്കത്തില്ല, എൻ്റെ ശബ്ദമായിരിക്കും. എൻ്റെ ശബ്ദം നീ വചനം പറഞ്ഞുകൊണ്ടിരിക്കും. നിന്റെ പഠിത്തത്തിലല്ല പറയുന്നത്, എൻ്റെ ആത്മാവിൽ. അത് കേൾക്കുന്ന വ്യക്തികളുടെ അകത്തളങ്ങളിൽ അവരെ ഇന്ദ്രിയങ്ങളെ കീറി മുറിച്ച് കാണാതെ അറിയത്തില്ല. എനിക്ക് വചനം വായിക്കാൻ അറിയത്തില്ല, പക്ഷെ ദൈവം പറയും, നിനക്കൊന്നും അറിഞ്ഞുകൂടെന്ന് നീ എന്നെ മുൻപിൽ പറഞ്ഞാൽ മതി. കർത്താവ്, എനിക്ക് വചനം ഒന്നും വായിക്കാൻ അറിയത്തില്ല, ഇതൊന്നും അറിയത്തില്ല, പറഞ്ഞാൽ മതി. കർത്താവ് എടുത്തിട്ട് പറയും, നിന്റെ വായിൽ എൻ്റെ ശബ്ദം ഞാൻ തന്ന്. ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ജീസസ് 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 ജീസസ്. കർത്താവിൻ്റെ ശബ്ദമാക്കി വരുന്ന നാളുകൾ കർത്താവ് ഉപയോഗിക്കാൻ പോവുകയാ. സ്വത്രം ആത്മാവിൽ നിർത്തുന്ന ഒരു ദൈവം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇവിടെ നോക്കിയേ, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. ഇന്ന് ഇതിനകത്തും ചില മക്കൾക്ക് യേശു തന്നെ ക്രിസ്തു എന്ന് വ്യക്തവും സ്പഷ്ടവുമായി, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ആരെന്ന് വ്യക്തവും സ്പഷ്ടവുമായി, യേശു ക്രിസ്തു എന്ന് വ്യക്തവും സ്പഷ്ടവുമായി വചന വെളിപ്പാടുകളിൽ നിന്ന് സ്വർഗീയ ദർശനങ്ങൾ പ്രാപിച്ച് ചില മക്കളുടെ നാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് സ്പഷ്ടമായി ചില വ്യക്തികളോട് സുവിശേഷത്തിലൂടെ അറിയിക്കാൻ ഇന്ന് ഇതിനകത്ത് ഈ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ചില വ്യക്തികളുടെ മേൽ ദൈവശക്തിയെ കൈമാറുന്നുണ്ട്. ആമേൻ ആമേൻ ആമേൻ. യേശു തന്നെ ക്രിസ്തു എന്ന് വിശ്വസിക്കാൻ വായിച്ചേ. യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് എന്ത് ചെയ്തു? സാക്ഷീകരിച്ചു. യേശു തന്നെ ആരാ? ക്രിസ്തു. ആ ക്രിസ്തു ഇപ്പോൾ പഴയ നിയമത്തിനകത്ത് ഏദൻ തോട്ടത്തിനകത്താണെങ്കിൽ ഇപ്പോൾ എവിടെയാ? പുതിയ നിയമത്തിൽ എവിടെയാ? എൻ്റെ നിങ്ങളുടെ അകത്ത്. നമ്മൾ പോകുമ്പോൾ യേശുവിനും കൊണ്ടാണ് പോകുന്നത്. യേശു നമ്മളിലും നമ്മളാരിലും? യേശുവിലും. പിശാച് നമ്മളെ തകർക്കാൻ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അകത്തിരിക്കുന്ന യേശു ഇറങ്ങിച്ചെന്ന് വേട്ടി തകർത്ത്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? നിങ്ങളെ കുടുംബത്തെ തകർക്കാൻ ശത്രു നോക്കുമ്പോൾ നമ്മളകത്തിരിക്കുന്ന യേശു ഇപ്പോൾ അടങ്ങിയിരിക്കത്തില്ല, ഇറങ്ങിച്ചെല്ലും. ചെന്ന് യുദ്ധക്കളത്തിലിറങ്ങി നമുക്ക് വേണ്ടി പോരാടും. യുദ്ധവീരനായി ഇറങ്ങിച്ചെല്ലും. ജീസസ് ഹല്ലേലൂയ. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ ശേഷിയില്ല, പക്ഷെ നമുക്ക് വേണ്ടി ആരിറങ്ങും? ദൈവം ഇറങ്ങും. ദൈവം ഇറങ്ങും. പറഞ്ഞേ, എനിക്ക് വേണ്ടിയിട്ട് ദൈവം ഇറങ്ങി യുദ്ധം ചെയ്യും. ആരോട് യുദ്ധം ചെയ്യും? നമുക്ക് പോരാട്ടമുള്ളത് അയൽവാസികളോടല്ല, ബന്ധുക്കളോടല്ല, എന്നെ ചീത്ത വിളിച്ച ആളിനോടല്ല, പിന്നെ എന്നെക്കുറിച്ച് നുണക്കാതെ പ്രചരിപ്പിച്ച ആളിനോടല്ല. എനിക്ക് പോരാട്ടമുള്ളത് എനിക്കെതിരെ നിൽക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളോടാണ്. എനിക്ക് മറ്റാരോടും വിരോധമുണ്ടോ? നമുക്ക് ആരോടും വിരോധമില്ല. യേശുവിന് വിരോധം ഉണ്ടായിരുന്നോ? ഇല്ല. നമുക്ക് വിരോധമുണ്ടോ? ഇല്ല. പിന്നെ എന്ത് മാത്രമേ യേശുവിനുണ്ടായിരുന്നുള്ളൂ? സ്നേഹം. ദൈവ മക്കൾക്കും അത് മാത്രമേ ഉള്ളൂ. സ്വത്രം. പക്ഷെ നമുക്ക് എതിർപ്പാരോടാ? നമുക്കെതിരെ നിൽക്കുന്ന ശത്രുവിനോടാ. ശത്രു അയൽവാസിയല്ല, നമ്മളെപ്പോലെ ശരീരമുള്ള ആളല്ല, പിന്നെ ശരീരമില്ലാത്ത, അസ്ഥിയില്ലാത്ത ദുഷ്ടാത്മാവിൻ്റെ ശക്തി. ദുഷ്ടാത്മാവിന് എന്തില്ല? എന്തൊക്കെയില്ല? എവിടെ കിടക്കുന്നു? ലൂക്കോസ് 24 വായിച്ചേ. എന്തൊക്കെയില്ല? അവന് അസ്ഥിയില്ല, മാംസം. വായിച്ചേ. ഞാൻ തന്നെ ആകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ട് നോക്കുവിൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ. 39-40 വാക്യം വായിച്ചേ. സ്തോത്രം. ഒന്നുകൂടെ വായിച്ചേ. ലൂക്കോസ് 24:39-40. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശേഷം നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു കണ്ടം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണുകയെ തിന്നു. ഹല്ലേലൂയ. യേശുപ്പച്ചൻ പറഞ്ഞു, മക്കളെ 37 ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്?
നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പോകുന്നത് എന്ത്? ഞാൻ തന്നെയാകുന്നു. എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ട് നോക്കുവിൻ. എന്നെ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ള ആരോടാണ്? മാംസവും അസ്ഥിയും ഇല്ലാത്ത ഭൂതത്തിനോടാണ്. അവൻ ആരിലാണ് കയറുന്നത്? മാംസവും അസ്ഥിയുമുള്ള മനുഷ്യനിൽ. മാംസം അസ്ഥി ഇല്ലാത്തവൻ കയറുന്നത് എവിടെയാണ്? മാംസം അസ്ഥി ഉള്ളവരെല്ലാം കയറി ഇരുന്നോളും. ഇന്നിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കെട്ടുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അഴിഞ്ഞ്, ചങ്ങലകളെല്ലാം പൊട്ടി, ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞ് ശരീരങ്ങളെ വിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വചനമൊക്കെ വരുമ്പോൾ ഉടൻ ചിന്തിച്ചോളണം. സ്തോത്രം. കർത്താവ് ചെയ്യേണ്ടതെല്ലാം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരാം. നമുക്ക് 18-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ അവർ അത് 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്, ശീലാസും തിമത്യോസും തിമത്യോസും മക്കെദോനിയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന്, യേശു തന്നെ ആര്? ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ. കണ്ടോ? അപ്പോസ്തലൻ പറയുന്നത് ഞാൻ ആരാണ്? നിർമ്മലൻ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? ആ മനുഷ്യൻ യേശുവിലായതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇയാൾ നിർമ്മലത എന്ന് പറയാനില്ല, പക്ഷേ യേശുവിൽ എല്ലാ ഗുണവും ഉണ്ട്. ആ യേശു ഈ മനുഷ്യനിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ നിർമ്മലൻ. ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു. അവൻ അവിടം വിട്ട് തീത്തോസ് ഇസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളി പ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അപ്പൊ പള്ളി പ്രമാണി എന്ത് ചെയ്തു? കണ്ടോ? പള്ളി പ്രമാണി എന്ത് ചെയ്തു? പള്ളിയിൽ ഭയങ്കര പ്രമാണിയാ. കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ല, പള്ളി പ്രമാണിയാ. പക്ഷെ അവിടെ ഒരു കൂട്ടം പേർ ദുഷിച്ചപ്പോൾ പള്ളി പ്രമാണിയെ കർത്താവ് പൊക്കി. യേശു ആരെന്നയാൾക്ക് വെളിപ്പെടുത്തി. ചില പ്രമാണികളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ ദൈവം ചിലർക്ക് അധികാരം തരും. ഹല്ലേലൂയ. ചില പ്രമാണികളെ യേശുവിനെ പള്ളിയിൽ പോകുന്നുണ്ട്, ആരാധിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും പാരമ്പര്യത്തിൻ്റെ നുറുക്കുകളിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ചില പ്രമാണികളുടെ കെട്ടുകളെ പൊട്ടിക്കാൻ ദൈവം ചില മക്കളുടെ മേൽ എന്ത് തരും? ശക്തിയെ തരും. നിങ്ങൾ ആ ശക്തിയോടെ ചെന്ന് ചില കെട്ടുകൾ എന്ത് ചെയ്യും? പൊട്ടിച്ച് മാറ്റി അവരോട് യേശു തന്നെ ക്രിസ്തു എന്ന് വെളിപ്പെടുത്തും. അടുത്ത വാക്യം വായിച്ചു. എൻ്റെ വിഷയം അടുത്ത വാക്യമാണ്. പള്ളി പ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ചു, സ്നാനമേ. കണ്ടോ? കൊരിന്ത്യരിൽ അനേകം പേർ ദൈവവചനം കേട്ടു, വിശ്വസിച്ചു. യേശു മാത്രം കർത്താവെന്ന് വിശ്വസിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? സ്നാനവും ഏറ്റു, സ്നാനപ്പെട്ടു. സ്നാനം ഏറ്റവും വിലപ്പെട്ടതാണ്. അതാണ് അതിന് സ്നാനം അവിടെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവർ വചനം കേട്ട് വിശ്വസിച്ച ഉടനെ എന്ത് ചെയ്തു? സ്നാനപ്പെട്ട് യേശുവിനോട് അങ്ങ് ചേർന്നു. അവർക്ക് സ്നാനം ഭയങ്കര സ്നാനപ്പെടാനുള്ള എതിർപ്പാദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അവർ യേശുവിനെ യഥാർത്ഥമായി നമുക്ക് പലപ്പോഴും എതിർപ്പ് വരാൻ കാരണം നമുക്ക് തിരുവചനം അറിയത്തില്ല, യേശുവിനെ അറിയത്തില്ല. യേശുവിനെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പം രക്ഷപ്പെടുന്നു ചോദിച്ചാൽ മതി. നമ്മളെ കണ്ണങ്ങ് തുറന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഈ വചനത്തെ കണ്ടു കഴിഞ്ഞാൽ വചനത്തിൻ്റെ സത്യം അറിഞ്ഞാൽ, അതുകൊണ്ടാണ് യോഹന്നാൻ 8:32 പറയുന്നത്, സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. 36-ാം വാക്യവും വായിക്കുമ്പോൾ യോഹന്നാൻ 8:32, 36, ഗലാത്യർക്കെഴുതിയ ലേഖനം 5:1 വായിച്ചേ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കി. സത്യമാകുന്ന യേശുവിനെ അറിയുമ്പോൾ ആ സത്യം നമ്മൾ എന്ത് ചെയ്യും? സ്വതന്ത്രമാക്കും. അടുത്ത വരി. അവർ അവനോട് ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാർ ആകുമെന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വരി. അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നു. ദാസൻ എന്നേക്കും. 36-ാം വാക്യമാണ് വായിച്ചേ. 36-ാം വാക്യം വായിച്ചേ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ. കണ്ടോ? കർത്താവിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ എവിടെയൊക്കെ കെട്ടുണ്ടോ ആര് സ്വാതന്ത്ര്യം വരുത്തും? ആരാ വരുത്തുന്നത് സ്വാതന്ത്ര്യം? യേശു ക്രിസ്തു വരുത്തും. സ്തോത്രം. യേശു ക്രിസ്തു. ഒന്നുകൂടെ വായിച്ചേ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നിങ്ങൾ ആരാണ്? കർത്താവ് സ്വാതന്ത്ര്യം വരുത്തിയാൽ നമ്മൾ എന്തിലാണ്? എല്ലാത്തിലും സാക്ഷാൽ സ്വാതന്ത്ര്യം. ഇനി ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ.
സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പേൻ. അതിൽ ഉറച്ചു നിൽക്കണം. ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു. ഭയങ്കര സന്തോഷമാണ്. ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമുള്ള വ്യക്തിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഇവിടെ സ്തോത്രം വിവാഹം കഴിഞ്ഞ് വന്ന ശേഷം സ്നാനപ്പെട്ടെ. അപ്പോൾ സ്നാനപ്പെടും മുമ്പ്, കല്യാണത്തിന് മുമ്പേ ഒരു പിടയിലാണ് സ്നാനം. അയ്യോ, ഇന്ന് മരിച്ചാൽ എന്ത് ചെയ്യും? കർത്താവ് വന്ന നരകത്തിൽ തന്നെ, ഉറപ്പില്ല, സ്വസ്ഥതയില്ല, വട്ടുവിലാസം പോലെയാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് സ്നാനം എടുത്തപ്പോൾ ഈ മുഴു ലോകത്തിൽ കൊണ്ട് സന്തോഷമല്ല. പിന്നെ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ്. കാരണം എപ്പോൾ വന്നാലും യേശുവിനോടൊപ്പം കയറി പോകാമല്ലോ എന്നുള്ള ഒരു ആനന്ദം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും ആനന്ദം യേശുവിലേ കണ്ടെത്തിയിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിനകത്തുള്ള ഏറ്റവും ആനന്ദം എവിടെ കണ്ടെത്തിയെന്ന് വെച്ചാൽ അത് യേശുവിൽ മാത്രമേ ഉള്ളൂ. സ്നാനപ്പെട്ടപ്പോൾ കിട്ടിയ ആനന്ദം, അഭിഷേകം പ്രാപിക്കുമ്പോൾ കിട്ടിയ ആനന്ദം, കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ക്രിസ്തുവിലുള്ള സമാധാനം, ആ ശോധനയ്ക്കകത്തും തീച്ചുളയ്ക്കകത്തും നിൽക്കുമ്പോഴും ആ ദൈവരാജ്യത്തിൻ്റെ ആ സമാധാനം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും ആണോ? റോമർക്ക് ലേഖനം എത്ര അധ്യായം? റോമർക്ക് ലേഖനം 14 അധ്യായത്തിനകത്തുണ്ട്. ദൈവരാജ്യം എന്തല്ല? ഭക്ഷണവും പാനീയവുമല്ല, പിന്നെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ. 18, 19 വായിച്ച്, 20 വായിച്ച്. 20 ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. 17 വാക്യം, 17 ഒന്നുകൂടെ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. എത്ര തീച്ചുളയ്ക്കകത്തും യേശുപ്പച്ചൻ്റെ ആത്മാവ് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അകത്ത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ സ്നാനപ്പെട്ടപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു ആനന്ദം എൻ്റെ അകത്തങ്ങുണ്ടായി. ഇതുപോലെയാണ് ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 18 അധ്യായത്തിനകത്ത് ദൈവവചനം പറഞ്ഞു. അവരെന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. കാരണം യേശുവിനെ കണ്ടുമുട്ടിയ പിന്നെ അവരുടെ അടുത്ത ചിന്ത എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? കാരണം ഇന്ന് അങ്ങോട്ട് കർത്താവ് വന്നാൽ തള്ളപ്പെടത്തില്ലേ എന്നുള്ള ചിന്ത അങ്ങ് വരും. അത് ഓട്ടോമാറ്റിക്കൽ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴേ വരൂ. അതുവരെ വരത്തില്ല. ആര് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ യേശുവിനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകും, അയ്യോ, ഞാൻ എൻ്റെ അപ്പനോട് ചേർന്നില്ലല്ലോ. ഞാൻ അപ്പ എന്ന് വിളിക്കുന്നെങ്കിലും സ്നാനപ്പെടുമ്പോഴാണല്ലോ അപ്പനോട് ചേരുന്നത്. അങ്ങനെ ഇവിടെ ഇതാ പള്ളി പ്രമാണി ഇവിടെ കെട്ടുപൊട്ടി. കണ്ടോ? വായിച്ചേ അപ്പോസ്തല പ്രവൃത്തി 18 വാക്യം ഒന്നുകൂടെ വായിച്ചേ. പള്ളി പ്രമാണി യോബിൻ്റെ അടുക്കൽ ഒരു ദിവസം ദൈവത്തിൻ്റെ അടുക്കൽ സാത്താൻ ദൈവവും തമ്മിൽ സംസാരിക്കുമ്പോൾ ഈയോബിനെ കുറിച്ചാണ് സംസാരിച്ചത്. ദൈവം ചോദിച്ചു, എടാ ഈ ഈയോബിനെ നീ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിച്ചു അല്ലേ? അപ്പോൾ പറഞ്ഞു, ഇവനെപ്പോൾ നിഷ്കളങ്കൻ ദോഷം വിട്ട് അകന്നവന് ദൈവഭക്തനും ആയ ഒരുത്തനും ഇതുപോലെ ഇല്ല. പിശാചും സാക്ഷി പറഞ്ഞു, ദൈവവും സാക്ഷി പറഞ്ഞു. അപ്പോൾ പിശാച് പറയുകയാണ്, നീ അവനുള്ളതിനും സകലത്തിനും നീ അവന് വേലി, കുടുംബത്തിന് വേലി, അവൻ്റെ സമ്പത്തിന് വേലി കെട്ടിയിരിക്കുക. ഇനി അത് പഴയ നിയമത്തിലെ സംരക്ഷണമാണ്. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ഇത് 3 മാത്രമല്ല, 4ാമത് എന്തോന്നാ? രക്തത്തിൻ്റെ മറവിനകത്ത് ദൂതന്മാരുടെ ചുറ്റും, നമ്മുടെ ചുറ്റും ആരുണ്ട്? എത്ര സംരക്ഷണമായി? രക്തം, അടുത്ത് ദൂതന്മാർ, അടുത്ത് അകത്താര് നിൽക്കുന്നു? യേശുവിൻ്റെ അകത്താണ് ഞാൻ ഇരിക്കുന്നത്.
ഹല്ലേലൂയ. ഉമ്മേ നമ്പി വന്നേ ഞാൻ വെക്കപ്പെടല്ലേ, ഉന്തയ എന്നെ കൈവിടല്ലേ. ഉമ്മേ നമ്പി വന്നേ ഞാൻ വെക്കപ്പെടല്ലേ, ഉന്തയ എന്നെ കൈവിടല്ലേ. വെറും കൈയാൽ ഞാൻ കടന്നു വന്ന് ഇരു പരിവാരങ്ങൾ എനക്കു തന്നേൻ. വെറും കൈയാൽ ഞാൻ കടന്നു വന്നേൻ ഇരു പരിവാരങ്ങൾ എനക്കു തന്നേൻ. എലോഹീം ഞാൻ, എലോഹീം ഞാൻ, എലോഹി ഉമ്മை துதிப்பேன். எலோஹிம் ഞാൻ, எலோஹிம் ഞാൻ, எலோஹி உம்மை துதிப்பேன். உம்மை நம்பி வந்தே ഞാൻ വെക്കപ്പെടല്ലേ, ഉന്തയ എന്നെ കൈവിടല്ലേ. ഉമ്മെ നമ്പി വന്ന് ഞാൻ വെക്കപ്പെടല്ലേ, ഉന്തയ എന്നെ കൈവിടല്ലേ. വെറും കൈയാൽ ഞാൻ കടന്നു വന്ന് ഇരു പരിവാരങ്ങൾ കൃപ. വെറും കൈയാൽ ഞാൻ കടന്നു വന്ന് ഇരു പരിവാരങ്ങൾ എനക്കു തന്നേ. എലോഹീം ഞാൻ, എലോഹീം ഞാൻ, എലോഹി ഉമ്മை துதிப்பேன். എലോഹീം ഞാൻ, എലോഹീം ഞാൻ, എലോഹി ഉമ്മை துதிப்பேன். காயப்பட்டு நின்றேன் கண்ணீரில் சென்றேன், கலங்கின எனக்காக இறங்கி வந்தீர். காயப்பட்டு நின்றேன் கண்ணீரில் சென்றேன், கலங்கின எனக்காக இறங்கி வந்தீர். உடம்படிக்கை என்னோடு செய்த இழந்திட்ட யாவை திரும்பி தந்தீர். உடம்படிக்கை என்னோடு செய்த இழந்திட்ட யாவை திரும்பி தந்தீர். எலோஹிம் என், எலோஹிம் என், எலோஹி உம்மை துதிப்பேன். எலோஹிம் என், எலோஹிம் என், எலோஹி உம்மை துதிப்பேன். உம்மை நம்பி வந்து நான் வெக்கப்படல, உந்தய என்ன கைவிடல. உம்மை நம்பி வந்து நான் வெக்கப்படல, ഉന്തയ എന്നെ കൈവിടല്ല. ഉമ്മെ നമ്പി വന്ന് ഞാൻ യേശുവിനെ വിശ്വസിച്ചിറങ്ങി ഞാൻ ഭാരപ്പെടുകയില്ല. വീടല്ലേ ഉമ്മെ നമ്പി വന്ന് ഞാൻ വെക്കപ്പെടല്ലേ, ഉന്തയ എന്നെ കൈവിടല്ലേ. വെറും കൈയാ. ഓ, യാക്കോബ് ഇറങ്ങിയപ്പോൾ ഒന്നുമില്ലാതെ ഒരു വടിയായിരുന്നു, പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഇരു പരിവാരങ്ങൾ. നമ്മൾ ഏതുമല്ലാത്തവരാണ്, പക്ഷെ ഒരു ദിവസം കർത്താവിനെ പോലെ രൂപാന്തരപ്പെട്ട് ഓ എലോഹീം ഞാൻ, എലോഹീം ഞാൻ, എലോഹി ഉമ്മை துதிப்பேன். എലോഹി 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 ഉമ്മை துதிப்பேன். காயப்பட்டு நின்றேன் கண்ணீரில் சென்றேன், കലങ്കിന എനക്കാക ഇറങ്ങി വന്നീർ. കണ്ണീരോടെ നിന്നപ്പോൾ, വേദനയോടെ നിന്നപ്പോൾ, നിരാശയോടെ നിന്നപ്പോൾ, തള്ളപ്പെട്ടൊരു വ്യക്തിയായി നിന്നപ്പോൾ ആ കലങ്ങി നിന്ന നിനക്കായിട്ട് ഇറങ്ങി വന്ന യേശു ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്ന് നിൽക്കുകയാണ്. അപ്പച്ച പറഞ്ഞ മക്കളെ നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ കയ്യിൽ നിന്നെ വഹിക്കും. നീ പേടിക്കണ്ട, ധൈര്യമായി മുന്നോട്ട് പോ. എന്റെ ശക്തി ഞാൻ നിന്റെ മേൽ പകരും, എന്റെ കൃപയെ ഞാൻ നിന്റെ മേൽ പകരും, എന്റെ അഭിഷേകത്തെ ഞാൻ നിന്റെ മേൽ പകരും. നീ വിശ്വസ്തയോടെ നിന്നാൽ, ഓ നീ എന്നെ വിശ്വസിച്ച് നിന്നാൽ ഞാൻ നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് സഹോദരങ്ങളെ. എല്ലായിടത്തും ഇറങ്ങി വരുന്ന യേശു ഇവിടെ ഇതാ അപ്പോസ്തലൻ പറയുകയാണ്, ആ കുടുംബം കൂട്ടത്തോടെ സ്നാനപ്പെട്ടു, അപ്പൻ്റെ സമാധാനം പ്രാപിച്ചു. ആ കുടുംബത്തിന് ഒരു കുളമ്പടി പോലും ഇല്ലാതെ രക്ഷിക്കപ്പെട്ടു. ഇന്ന് ഇതിനകത്ത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചിലപ്പോൾ വ്യത്യസ്തമായ വിഷയത്തോടെ ആയിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷേ സ്തോത്രം, നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിന്നാൽ നിങ്ങളിലൂടെ ഒരു വിടുതൽ ആ കുടുംബത്തിനകത്തുണ്ട്. നിങ്ങളിലൂടെ 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 ശമര്യക്കാരി സ്ത്രീ യേശുവിനെ കണ്ടുമുട്ടി. ആ സഹോദരിലൂടെ ഒരു പട്ടണം മുഴുവൻ
യേശുവിനെ ഒരാൾ കണ്ടുമുട്ടി. അവരിലൂടെ ഒരു പട്ടണം മുഴുവൻ യേശുവിനെ കണ്ടുമുട്ടാൻ ഇടയായിത്തീർന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, നീ യേശുവിനെ കണ്ടുമുട്ടിയ നിന്നിലൂടെ നിന്റെ കുടുംബം, നിന്റെ ദേശം, നിന്റെ ബന്ധുക്കൾ, നിന്റെ കൂട്ടുകാർ, ഒരു വലിയൊരു സൈന്യം സ്വർഗത്തിലെത്തുമ്പോ നിങ്ങളുടെ കൂടെ ഒരു സൈന്യം അവിടെ കാണും. കണ്ടിട്ട് പറയും, ഇത് ഇന്ന ആളിലൂടെ വന്ന ഓ ജീസസ് 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 ജീസസ്. എത്രവർക്ക് ആഗ്രഹമുണ്ട്, എത്രവർക്ക് ആഗ്രഹമുണ്ട്. അതെ, ഒരു സൈന്യത്തെ കൊണ്ട് അപ്പച്ചൻ്റെ സന്നിധി നിർത്താൻ. ഓ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ കണ്ടിട്ടുണ്ട്, നമ്മെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് നമ്മൾ മാത്രമല്ല പോകുന്നത്, നമ്മളെ കുടുംബവും പിന്നെ നമ്മളുടെ കൂടെ ഓരോരുത്തരുടെ കൂടെ ഒരു വലിയ സൈന്യം. ഹല്ലേലൂയ. ആ സൈന്യം നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് ദൈവവചനം പറഞ്ഞ് പള്ളി കൊണ്ടുവന്ന് രക്ഷയിലേക്ക് കൊണ്ടുവന്ന ആ സൈന്യം എവിടെ കാണും? എവിടെ കാണും? സ്വർഗത്തിൽ. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ നാം, കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭപരി പൂർണ്ണതയോ. അവിടെയൊക്കെ നിൽക്കുമ്പോൾ നോക്കി, കാന്തയായി നിൽക്കും ശോഭപരി പൂർണ്ണതയോടെ മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടു നാം, മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടു നാം പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യായുഗങ്ങൾ, പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യായുഗങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ മാത്രമല്ല, നമ്മളിലൂടെ നമ്മുടെ കുടുംബം മാത്രമല്ല, പിന്നെ നമ്മളിലൂടെ ഒരു സൈന്യം സ്വർഗത്തിൽ, ആ കർത്താവിൻ്റെ രാജ്യത്തിൽ ദൂതന്മാരെ പോലെ നിൽക്കുന്ന രംഗം ഒന്ന് കണ്ടേ. നമ്മളെ വീട്ടിനകത്തുള്ള ഒരു കുളമ്പടി ശേഷിക്കാതെ നമ്മളിലൂടെ ഒരു വലിയ സൈന്യം, നമ്മളെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിലൂടെ, കുടുംബത്തിലെ അംഗങ്ങളിലൂടെ മറ്റൊരു സൈന്യം. നോക്കിയേ, ഒരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ 5 പേരിലൂടെ 5 സൈന്യം എവിടെ എത്തുന്നു? നരക തീക്കകത്തുനിന്ന് എവിടെ എത്തുന്നു? സ്വർഗത്തിലെത്താം. ആമേൻ. ഹല്ലേലൂയ. സാധ്യമാണ് സഹോദരങ്ങളെ, സാധ്യമാണ്. അപ്പച്ചൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല, പക്ഷെ ആര് ചെയ്യും? ഇവിടെ അപ്പോസ്തലൻ വന്നു, ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായി വ്യക്തമായി സംസാരിച്ചു. അപ്പോൾ ക്രിസ്പോസ് എന്ന് പറയുന്ന സ്വത്ര സഭയിലെ പള്ളി പ്രമാണിയും കുടുംബവും കണ്ടോ. അയാൾ മാത്രമല്ല, പിന്നെ അയാളുടെ കുടുംബം കൂടെ എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, യേശുവിനോട് ചേർന്നു. അടുത്ത വരി വായിച്ചേ. അടുത്ത വരിയാണ് എൻ്റെ വിഷയം. കൊരിന്ത്യരിൽ അനേകരും വചനം കേട്ട് വിശ്വസിച്ചു. 9-ാം വാക്യം. രാത്രിയിൽ ദർശനത്തിൽ, രാത്രിയിൽ പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്. പക്ഷേ ആ രാത്രിയിൽ, പ്രതിസന്ധിയുടെ രാത്രിയിൽ എൻ്റെ യേശു ദർശനത്തിൽ പൗലോസ് അപ്പോസ്തലൻ്റെ അടുത്തിറങ്ങി. തൊട്ട് മുകളിൽ നമ്മൾ വായിച്ചില്ലേ? സ്വത്ര യഹൂദൻ അവൻ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാണ്. അവൻ വസ്ത്രം കുടഞ്ഞു, നിങ്ങളുടെ നാശത്തിൽ നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. 6-ാം വാക്യത്തിൽ അവിടെ വിട്ട് അപ്പോസ്തലൻ ഇറങ്ങി. പക്ഷേ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ദൈവം ഇറങ്ങി നിന്നു. ഇതിനകത്ത് ഓരോ മക്കളുടെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. ഓരോ ഭാഗത്തൂടെ പോകുമ്പോഴും സ്വർഗത്തിലെ ദൈവമുണ്ട്. അതിനകത്ത് രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക. എന്താ പറഞ്ഞേ? ഭയപ്പെടാ, നീ പേടിക്കല്ലേ, നീ പേടിക്കല്ലേ. യേശു തന്നെ ക്രിസ്തു എന്ന് നീ ഭയപ്പെടാതെ പ്രസംഗിക്ക. നിന്റെ നാവോട് കൂടെ ഞാൻ ഉണ്ട്. ഇതുപോലത്തെ പദവി ലോകത്തിൽ ഒന്നുമില്ല സഹോദരങ്ങളെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇതുപോലത്തെ പദവി ലോകത്തിൽ വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇതുപോലെ ശ്രേഷ്ഠനായ ഒരുവനില്ല. ഈ ശ്രേഷ്ഠനായ ദൈവത്തെ വിളിച്ചു പറയുന്നത് പോലത്തെ ഒരു ജോലി വേറെ ഒന്നും നല്ലതായിട്ട് ഈ ഭൂമിയിലില്ല. നിങ്ങൾക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാനും എൻ്റെ മോനും കൂടെ ഒരു ദിവസം വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകും. കർത്താവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ നാളുകൾ എൻ്റെ ഉപജീവനത്തിൻ്റെ കാര്യം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേ വന്നു. സ്തോത്രം. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ശമ്പള കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു, അമ്മ സ്തോത്രം, അമ്മ ഇപ്പോഴും അതിലായിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു സ്ഥിതി? അവൻ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, അതിനേക്കാളും വലിയൊരു സമ്പത്താണ് എൻ്റെ പ്രാണപ്രിയൻ. ഓ ഹല്ലേലൂയ. അതിനേക്കാളും യേശുവിനെ ഉയർത്തുന്നതിൽ പരം സമ്പത്തി ലോകത്തിൽ, യേശുവിനെ ഉയർത്തുന്നതിൽ പരം വലുത് ഈ ലോകത്തിൽ ഒന്നുമില്ല.
ആ സമ്പന്നനാകുന്ന യേശുവിനെ ഉയർത്തുന്നതിൽ പരം വലിയ ജോലി ഈ ലോകത്തിൽ ഏത് ജോലി നിങ്ങൾ കൊണ്ടുവന്ന് വലുതെന്ന് പറഞ്ഞേ, അതൊന്നും വലുതല്ല. യേശുവിനെ ഉയർത്തുന്നത് പോലെ വലിയ ജോലി ഇല്ല. പക്ഷെ യേശുവിനെ ഉയർത്താൻ വിദ്യാഭ്യാസം വേണ്ട, ബൈബിൾ കോളേജ് പഠിത്തം വേണ്ട. ആഗ്രഹമുള്ള ഉള്ളങ്ങളെ, ദാഹിക്കുന്ന ഉള്ളങ്ങളെ, ഹല്ലേലൂയ, ആഗ്രഹിക്കുന്ന, ദാഹിക്കുന്ന, വ്യക്തപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, ദാഹിക്കുന്ന, നരകത്തീക്കകത്തും സ്വർഗത്തിലെത്തിക്കുന്നതിനേക്കാളും ഭാഗ്യവും വലിയ ജോലി ഏതാ ഉള്ളേ? വലുതില്ല. സ്വത്രം. സുവിശേഷം പറയുന്നതിനേക്കാൾ വലിയ ജോലി. പക്ഷെ സുവിശേഷം പറയുന്നത് നമ്മളെ തീക്കകത്ത് പോകാൻ സൂക്ഷിച്ചു കൊള്ളണം. സുവിശേഷം പറഞ്ഞ് പാപം ചെയ്ത് സ്വത്രം. നമ്മൾ പാപം ചെയ്ത് ആയിരങ്ങളെ രക്ഷിച്ച് എന്നിട്ട് അവരെല്ലാം ഇവിടെ കണ്ടു, സ്വർഗത്തിൽ കണ്ടു. രക്ഷിക്കാൻ പോയ ആള് നഷ്ടപ്പെടാൻ പാടില്ല. ദൈവത്തിന് സ്വത്രം. നമ്മളിവിടെ കാണണം, ഒരു സൈന്യം ഇവിടെ കാണണം. ഇതിനാര് കൃപ തരും? നമുക്ക് അതിനുള്ള ശക്തി ഇല്ല. പിന്നെ ആർക്ക് ശക്തിയുണ്ട്? ദൈവത്തിന് ശക്തിയുണ്ട്. ദൈവം ചെയ്യും. അപ്പോൾ അന്ന് രാത്രി പൗലോസിൻ്റെ അടുക്കൽ ഒരുവൻ ഇറങ്ങി. ആരാ? സ്വർഗത്തിലെ ദൈവം ഇറങ്ങി. എന്താ പറഞ്ഞു? ഒന്നൂടെ വായിച്ചേ. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ ഭയപ്പെടരുത്, നീ ആരെയും ഭയപ്പെടരുത്, ഭയപ്പെടാതെ പ്രസംഗിക്കാം, ഭയപ്പെടാതെ നീ എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ളൂ. നിങ്ങൾ യേശുവിനെ വിളിച്ച് പറ. നിങ്ങൾ അറിഞ്ഞ സന്തോഷം വിളിച്ച് പറയണം. എന്തോ സന്തോഷം? ഇന്ന് നിങ്ങൾ ഇവിടെ ആരാധനയ്ക്ക് ഇരിക്കും, തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞ സന്തോഷം, അത് ഹൃദയ വിശാലതയുള്ളവർക്ക് വിളിച്ച് പറയാൻ. ചിലർ പറയും ഞാനും യേശു സ്വന്തം, വേറെ ആർക്കും ഞാൻ കൊടുക്കൂല, ആർക്കും വിട്ടു കൊടുക്കൂല, ആർക്കും പറഞ്ഞും കൊടുക്കൂല, ആർക്കും വിട്ടു കൊടുക്കുകയില്ല. അതാണ് സ്വത്രം, ഇടുങ്ങിയ ഹൃദയം. മറ്റേ കർത്താവിൻ്റെ വിശാല ഹൃദയമുള്ള മക്കൾ അങ്ങനെയല്ല. ആരെ പോലെ? സ്വത്രം. ശമരിയക്കാരി സഹോദരി പോലെ കോടവും വലിച്ചെറിഞ്ഞ് സഹോദരി കുടത്തിനങ്ങ് ദൂരെ എറിഞ്ഞു. ഇനി എനിക്കിനി കുടം, ഇനി എനിക്ക് ആര മതി? നിറഞ്ഞൊഴുകുന്ന യേശു മതി. ഇനി വറ്റുന്ന ഈ കുടവും ദാഹം തീർക്കാൻ പറ്റാത്ത ഈ വെള്ളവും എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് എന്ത് മതി? നിത്യജീവനാകുന്ന എൻ്റെ യേശുവിൻ്റെ നിറവ് എനിക്ക് മതി. വിളിച്ചൊന്നും അങ്ങോട്ട് ഉള്ളൂടെ പടർത്തി പോയി. നിങ്ങൾ അറിഞ്ഞോ നമുക്കാണെങ്കിൽ എന്തോന്ന് നമ്മൾ പരസ്യപ്പെടുത്തുന്ന എന്തെന്നാ? ജോലി കിട്ടിയ നമ്മൾ പരസ്യപ്പെടുത്തും. എൻ്റെ മോക്ക് ജോലിയായി കേട്ടോ, എൻ്റെ മോന് ജോലിയായി, പരസ്യപ്പെടുത്തൂല്ലേ? ഒരു സന്തോഷമല്ലേ? സന്തോഷമാണ്. സ്തോത്രം. അടുത്ത് നമുക്ക് ലോട്ടറി അടിച്ചാൽ ചിലർ ഒളിച്ചു വയ്ക്കും, ചിലർ സന്തോഷം എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം വരുമ്പോൾ സന്തോഷം വെളിപ്പെടുത്തും അല്ലേ? പക്ഷെ ശമര്യക്കാരിക്ക് ഉള്ള സന്തോഷം അതായിരുന്നില്ല. അവളുടെ സന്തോഷം യേശുവിനെ കിട്ടിയതായിരുന്നു. അവൾ പറഞ്ഞു, യോഹന്നാൻ 4 ഞാൻ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങളും വാ മശിഹയെ കാണ്. എൻ്റെ കാര്യം മുഴുവൻ പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടെത്തി. അത് മശിഹ എന്ന് വെച്ചാൽ അതാര്? ക്രിസ്തു. നിങ്ങൾ വാ. പട്ടണം, ശമരിയ പട്ടണം മുഴുവൻ ഇപ്പം എവിടെ എത്തി? ഒരു പാപം നിറഞ്ഞ സഹോദരിയായിട്ടല്ലേ പോയേ? ആ പാപത്തിൻ്റെ കുടം അവിടെ വലിച്ചെറിഞ്ഞിട്ട് ഇപ്പോൾ ആരടുത്തെത്തി? യേശുവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് ശമരിയ പട്ടണം മുഴുവൻ ചെന്ന് എന്തെന്ന് പറഞ്ഞു? ഞാൻ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ. പള്ളിക്കാരായ നമ്മൾ പോയി പറയാൻ മടിക്കുന്നു. ആ പാവി എന്ന് ലോകം മുദ്ര കുത്തി സഹോദരി എന്ന് പറഞ്ഞു, വാ കാണ്, ഞാൻ ഒരാളിനെ കണ്ടു. നിങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞിടാത്ത ഒരാളെ ഞാൻ കണ്ടു. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരാളിനെ കണ്ടു. സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ഒരാളിനെ കണ്ടു. സർവ്വശക്തനാകുന്ന ദൈവത്തെ കണ്ടു. ആ ദൈവമാണ് സകല നാമത്തിന് മേലായ ദൈവം. ആ ദൈവത്തിനടുത്ത് വാ. കണ്ടോ? പറഞ്ഞ ഉടനെ ആ ദേശം മൊത്തം കൂട്ടത്തോടെ എവിടെ വന്നു? യേശുവിൻ്റെ അടുക്കൽ വന്നു. നിത്യജീവമൊഴികൾ അങ്ങിലുണ്ട് പരനെ, അങ്ങെ വിട്ടിട്ടടിയങ്ങൾ എങ്ങുപോയി വസിക്കും. അപ്പന് വേണ്ടി നിന്നാൽ ദർശനം തരേണ്ട സമയത്ത് എന്ത് തരും? ദർശനം തരും. സ്വപ്നത്തിൽ പറയേണ്ടടുത്ത് എന്ത് ചെയ്യും? വെളിപ്പാട് തരേണ്ടടുത്ത് എന്ത് ചെയ്യും? കൂടെ നടക്കേണ്ടടുത്ത് എന്ത് ചെയ്യും? ഇനി ഇറങ്ങി നമുക്കെതിരെ പിശാചിനോട് യുദ്ധം ചെയ്യേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യും? യേശു ഇറങ്ങി യുദ്ധം ചെയ്യും. സമാധാനം തരേണ്ടടുത്ത് എന്ത് ചെയ്യും? നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, നിന്നു കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ആര് ചെയ്യും? യേശു അപ്പം ചെയ്യും. നമുക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യവും ആർക്കറിയാം?
യേശുവിനറിയാം ഇവിടെ ആ പ്രതികൂലങ്ങളിലാണ് ഈ മനുഷ്യൻ വന്ന് കിടന്നേ. പക്ഷേ അവിടെ കർത്താവ് അവിടെ ഇറങ്ങി, നീ പ്രസംഗിക്ക, നീ പ്രസംഗിക്ക. അടുത്ത വരി വായിച്ചേ. ആ, മിണ്ടാതിരിക്കരുത്. നോക്കിയേ, മിണ്ടാതിരിക്കരുത്. നമ്മളിതിന് ഓപ്പോസിറ്റ് അല്ലേ? അപ്പോസ്തലനോട് നീ പ്രസംഗിക്കണം. അടുത്ത് മിണ്ടാതെ ഇരിക്കരുത്. അടുത്ത വരി. ഞാൻ നിന്നോട് കൂടെ. ഓ, ഇനി എന്ത് വേണം? ആരുണ്ട് കൂടെ? യേശു നമ്മളോട് കൂടെ ഉണ്ട്. മിണ്ടാതെ നീ ഇരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. വീണ്ടും പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം വായിച്ചേ. ആ, ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്നു. മോശയോട് ദൈവം പറഞ്ഞതാണ്, നീ പുറപ്പെടുക. ആകയാൽ നീ ചെല്ലുക. ആ, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്നു. ഞാൻ നിന്റെ എവിടെ ഇരിക്കും? വായോട് കൂടെ ഇരിക്കും. നിനക്കറിവില്ല, നിനക്ക് ജ്ഞാനമില്ല, നിനക്കുള്ളത് വിക്കാണ്. പക്ഷേ വിക്കുള്ള നിന്റെ നാവോട് കൂടെ ആയിരിക്കും? വിക്കില്ലാത്ത സർവശക്തനിരിക്കും. നിനക്ക് മനസ്സിലായോ? വിക്കുള്ള നാവിനോട് കൂടെ ആയിരിക്കും? വിക്കില്ലാത്ത സർവശക്തനാകുന്ന ദൈവം. ഇന്ന് ഇതിനകത്തും ചില നാവോട് കൂടെ, ചില വായോട് കൂടെ, ശബ്ദമായി ചിലരിലൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ചിലരെ കാണുന്നുണ്ട്. സഹോദരങ്ങളെ, ഹല്ലേലൂയ. നിങ്ങൾ വേദനയോട് നടുവിലായിരിക്കാൻ പോകുന്നു, പേടിക്കല്ലേ. ഇതിൻ്റെ നടുവിൽ യേശുവിനെ നിങ്ങൾ ഉയർത്താൻ പോകുക. ഭാരത്തിൻ്റെ നടുവിലും ഈ ഭാരത്തിന് നിങ്ങൾ ഒതുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എത്ര പേര് പറയും, ഈ പ്രശ്നത്തിന്, ഈ പ്രതിസന്ധിക്ക്, ഈ കഷ്ടപ്പാടിന്, ഈ നിന്നയ്ക്ക് എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്നു മുതൽ എൻ്റെ യേശുവിൻ്റെ പൈതലാണ്. ഞാൻ യേശു തരുന്ന വേല അപ്പൻ്റെ മഹത്വത്തിനായിട്ട് വിശുദ്ധിയോടെ വേർപാടോടെ ചെയ്യും. ഒരു ശത്രുവിന് എന്നെ ഒതുക്കാൻ കഴിയത്തില്ല. വായിച്ചേ, 4:12 വായിച്ചേ. ആ, ആകയാൽ നീ ചെല്ലുക, ആകയാൽ നീ ചെല്ലുക, നിന്റെ വായോട് കൂടെ ഇരുന്ന്. ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന്. നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ച് തരുമെന്ന് അരുളി ചെയ്തു. പഠിച്ചിട്ട് പോകാനാണോ പറഞ്ഞേ? പഠിച്ചിട്ട് പോയി കാണാപ്പാഠം പറയാനാണോ പറഞ്ഞേ? പിന്നെ നീ അവിടെ നിന്ന് കൊടുത്താ മതി. നിനക്ക് പറയേണ്ടത് ഞാൻ. പത്രോസ് അവിടെ നിന്ന് പ്രസംഗിച്ചപ്പോൾ ആരായിരുന്നു വായിക്കാത്ത? 3000 പേര് രക്ഷിക്കപ്പെട്ടില്ലേ? ആരായിരുന്നു? നീ നിന്ന് കൊടുത്താൽ മതി. നിന്റെ കഴിവൊന്നും നീ എടുക്കണ്ട, നിന്റെ മിടുക്കൊന്നും എടുക്കണ്ട. ഒന്നുകൂടെ വായിച്ചേ, 4:12. ആ, ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന്. നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും. നോക്കി, ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും കർത്താവ് പറയുകയാണ്, മക്കളെ, സമയത്തും ആ സമയത്ത് നീ ഒരുങ്ങിയിരിക്കണം. എന്തിനു വേണ്ടി? യേശുവിനെ കുറിച്ച് പറയാൻ. സമയത്തും ഒരുങ്ങണം, ആ സമയത്തും ഒരുങ്ങി. രാത്രി വിളിച്ചാലും നീ പ്രസംഗിക്കാൻ ഒരുക്കുമായിരിക്കണം. നീ യേശുവിനെ കുറിച്ച് വിളിച്ച് പറയണം. ദൈവത്തിന് സ്തോത്രം. നിന്റെ വായോട് കൂടെ ഞാൻ ഇരിക്കും. നീ പോകുന്നിടത്തെല്ലാം ഞാൻ കൂടെ ഉണ്ട്. നീ സംസാരിക്കണം, ഞാൻ പറയും. നീ പറയണ്ട, നീ പേടിക്കണം. നിനക്ക് ജ്ഞാനം കുറവാ, നിനക്ക് അറിവ് കുറവാ, നിനക്ക് വചന പരിജ്ഞാനം കുറവാ. പക്ഷേ പരിജ്ഞാനമുള്ളൊരു ദൈവം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് എത്ര മനസ്സിലായി? പരിജ്ഞാനമുള്ളൊരു ദൈവം ഉണ്ടെങ്കിൽ, വീണ്ടും മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. മത്തായി 28:20 വായിച്ചേ. ആ, മത്തായി 28:20 വായിച്ചേ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും അടുത്ത് കൂടെ ഉണ്ട്. നോക്കിയേ, എത്ര പേർക്ക് ഈ വചനത്തിൽ വിശ്വാസമുണ്ട്? എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ട്, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, എൻ്റെ കൂടെ ഉണ്ട്. അപ്പോസ്തലൻ അടുക്കൽ ഇറങ്ങി നിന്ന് പറഞ്ഞു, ഭയപ്പെടണ്ട. നീ എന്ത് ചെയ്യണ്ട? ഭയപ്പെടണ്ട. നീ എന്ത് ചെയ്യണം?
നയിക്കുന്നോൻ എന്നോട് കൂടെയുണ്ട്. ആരൊക്കെ പറയപ്പാ? ലോകാന്ത്യത്തോളം കൂടെ ഇരിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. രാത്രി ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ദൈവം മയങ്ങാതെ എൻ്റെ അടുത്ത്. രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ യേശു എവിടെയാ? സ്വർഗത്തിരിക്കുന്നല്ലേ? അതല്ലേ നിങ്ങൾ പറയുന്നത്? സങ്കീർത്തനം 121 എന്താ പറയുന്നത്? നിന്നെ കാക്കുന്നവൻ മയങ്ങിയുമില്ല, ഉറങ്ങാതെ എവിടെ ഇരിക്കും? നമ്മൾ കുറുക്കം വലിച്ചുറങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് ഇരിക്കും. നമ്മളെ മക്കളെ, നമ്മളെ കുഞ്ഞിലാ, നമ്മളെ ദോഷികളായ നമ്മൾ അങ്ങനെയാണ് നമ്മളെ മക്കളെ സ്നേഹിച്ചെങ്കിൽ യേശു കർത്താവ് പറയും, മക്കളെ, ക്ഷീണിക്കാത്ത ഒരുവൻ, ക്ഷീണമില്ലാത്ത ഒരുവൻ, ഉറങ്ങാത്ത ഒരുവൻ നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ അടുക്കലിരുന്ന് തട്ടിക്കൊണ്ടിരിക്കുക. മക്കൾ ഉറങ്ങിക്കോ. നമ്മളെ കുഞ്ഞിനെ തട്ടി ഉറക്കും പോലെ എൻ്റെ യേശു നമ്മുടെ അടുത്തിരുന്ന് നമ്മളെ വേദനകളെ മാറ്റി. അതാണ് നമ്മൾ രാവിലെ ഉണരുമ്പോൾ ഒരു ആശ്വാസം കാണുമല്ലേ? ചിലപ്പോൾ രാത്രി കരഞ്ഞായിരിക്കും ചിലരൊക്കെ വേദന കൊണ്ട്, ഒറ്റപ്പെടൽ കൊണ്ട്, നിരാശ കൊണ്ട്, ദുഃഖം കൊണ്ട്, മനുഷ്യൻ പറഞ്ഞ വാക്ക് ഓർത്ത് രാത്രി മുഴുവൻ എന്തായിരിക്കും? ചിലപ്പോൾ കരഞ്ഞായിരിക്കും ഉറങ്ങുന്നത്. അപ്പോഴും അവർക്ക് കാണാൻ പറ്റുന്നില്ല തൊട്ടടുത്ത് ആരിയ്ക്കുക? യേശു കർത്താവ് ഇരിക്കുകയാണ്. ഇരുന്നിട്ട് ഇങ്ങനെ തടവി കണ്ണീരെല്ലാം തുടച്ച് രാവിലെ എണീക്കുമ്പോൾ ഈ വേദന എല്ലാം മറന്ന് ചാടി എഴുന്നേൽക്കും. കാരണം എന്താ? തലേ രാത്രി വേദന മാറ്റുന്ന യേശു അടുത്തിരുന്നു. അതാ, അല്ല നമ്മളെ കഴിവൊന്നും അല്ല. പിന്നെ വേദന മാറ്റുന്ന, ആശ്വാസം തരുന്ന, സമാധാനം തരുന്ന കർത്താവ് തലേ രാത്രി ഉറങ്ങാതെ അടുത്തിരുന്നുകൊണ്ട് രാവിലെ ഉണർന്നപ്പോൾ എന്തൊരാനന്ദം. യോഹന്നാൻ 10:16 പറയുന്നു, മക്കളെ സ്തോത്രം. യോഹന്നാൻ 10:16 പറയുന്നു, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനാകും. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ സ്തോത്രം, ഈ കൂട്ടത്തിൽ പെടാത്ത ഒരു കൂട്ടം പേർ പുറത്തുണ്ട്. അവരോട് സുവിശേഷം അറിയിക്കാൻ എൻ്റെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. പൗലോസിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് ദൈവം പറഞ്ഞു, മക്കളെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്. മോശയുടെ അടുക്കൽ ദൈവം പറഞ്ഞു, മക്കളെ നീ പോക, നിന്റെ വായോട് കൂടെ ഞാൻ ഇരിക്കും. ഇന്ന് ഇതിനകത്ത് ചിലരോട് പറയുന്നു, മക്കളെ നീ പോക, നിന്റെ വായോട് കൂടെ നീ അല്ല സംസാരിക്കുന്നത്, ഞാൻ നിന്റെ കൂടെ സംസാരിക്കും. നിന്നിലൂടെ ഞാൻ പ്രവർത്തിക്കും. ഞാൻ ആരാണെന്ന് നിന്നിലൂടെ ഞാൻ വെളിപ്പെടുത്തുവാൻ ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. നിന്നിലൂടെ ഞാനത് വെളിപ്പെടുത്തും. നീ ധൈര്യത്തോടെ മുന്നോട്ട് പോ. നീ തളർന്നിരിക്കല്ലേ, നീ വീണിരിക്കല്ലേ. ഒരു കൂട്ടം പേരെ സ്വർഗത്തിലെത്തിക്കുവാൻ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. മോശയുടെ അടുക്കൽ ദൈവം പറഞ്ഞു, മോനെ, നിന്റെ വായോട് കൂടെ ഞാൻ ഇരിക്കും. വീണ്ടും നമ്മൾ മത്തായി 22 വായിച്ചു. ശിഷ്യന്മാരോട് യേശു ക്രിസ്തു പറഞ്ഞു, ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങൾ പോകാ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ വചനം പ്രസംഗിക്കുക, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ വചനം പറയുമ്പോൾ ജനം കൂട്ടത്തോടെ മാനസാന്തരപ്പെടും. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്. ഇവിടെ ഏതാ പറയുന്നു? എൻ്റെ ഈ തൊഴുത്തിൽ പെടാത്ത കുറെ ആടുകളുണ്ട്, അവരോട് സുവിശേഷം അറിയിക്കുവാൻ നിന്നെ ഞാൻ അയക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർക്കുള്ള ലേഖനം, 2 കൊരിന്ത്യർക്കുള്ള ലേഖനം, കൊരിന്ത്യർക്കുള്ള ലേഖനം വായിക്കുമ്പോൾ 2-2 ലേഖനം വായിക്കുമ്പോൾ 12-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 12:9 സ്തോത്രം. അപ്പോസ്തലനാകുന്ന പൗലോസ് 2-ാം ലേഖനം, കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം, അതിൻ്റെ 12-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ, യേശുവിൻ്റെ കൃപ നിനക്ക് മതി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന മകനെ, മകളെ, ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആയിരിക്കാം നീ പോകുന്നത്. പക്ഷേ ഹല്ലേലൂയ, യേശുവിൻ്റെ കൃപ നിനക്കുണ്ടെങ്കിൽ വായിച്ചേ ഒന്നുകൂടെ. 2 കൊരിന്ത്യർക്കുള്ള ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം വായിച്ചേ. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി. അപ്പോസ്തലനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു, കർത്താവേ, പ്രശ്നമുണ്ട്. 3 വട്ടം പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് ഇന്ന വിഷയമാണ്, അതിൻ്റെ നീക്കുപോക്ക് തരണേ കർത്താവേ, അതിനൊരു മാറ്റം തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാറിയെന്നാണോ? മാറിയില്ല. അപ്പോസ്തലനോട് ദൈവം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി മക്കളെ. എൻ്റെ കൃപ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, എൻ്റെ കൃപ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാണ്. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ബലഹീനതകൾ തികഞ്ഞു വരുന്ന കൃപ. എത്രയൊക്കെ ആഗ്രഹമുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി. എത്രയൊക്കെ ആഗ്രഹമുണ്ട്, അപ്പച്ച അങ്ങയുടെ കൃപ എനിക്ക് വേണം, എനിക്ക് വേണം. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്, നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്, നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ,
കൊതിയാണപ്പാ നിൻഹിതങ്ങൾ ചെയ്യുവാ. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു യേശുവുണ്ട്, നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ഡാഡിയുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ഡാഡിയുണ്ട്, നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ഡാഡിയുണ്ട്, നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്, നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു യേശുവുണ്ട്. ഹല്ലേലൂയ. എന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന നല്ലൊരു അപ്പനുണ്ട്. നമ്മുടെ ഭർത്താവിനേക്കാൾ, നമ്മുടെ ഭാര്യയേക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, ഇതിനകത്തിരിക്കുന്ന സ്തോത്ര വിഭാഗം കഴിഞ്ഞ് എല്ലാവരോടും ചോദിച്ചാൽ പറയും. യേശുവിനെ അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ടുള്ള എല്ലാവർക്കും പറയാൻ ഒരു വരിയുണ്ട്. എന്തോന്നാ? ഞാൻ ഇവിടെ കണ്ട ഒരു സ്നേഹമല്ലേ യേശുവിലെ. ഈ ഭൂമിയിൽ കിട്ടിയ ഭർത്താവിലൂടെയോ മക്കളിലൂടെയോ ഭാര്യയിലൂടെയോ മാതാപിതാക്കളിലൂടെയോ സഹോദരങ്ങളിലൂടെയോ കൂട്ടുകാരിലൂടെയോ ദേശത്തിലൂടെയോ ഈ ലോകത്തിലെ സമ്പത്തിലൂടെയോ പദവിയിലൂടെ കിട്ടിയ ഒരു സ്നേഹമല്ല യേശുവിൻ്റെ സ്നേഹം. ഇതിൻ്റെ അപ്പുറത്താണ്. എല്ലാവരും ഉപേക്ഷിക്കുമ്പോഴും കെട്ടിപ്പിടിക്കുന്ന സ്നേഹം, എല്ലാവരും തള്ളിക്കളഞ്ഞ് കുത്തുവാക്ക് പറഞ്ഞ് ഒറ്റപ്പെടുത്തുമ്പോഴും മാറോട് കെട്ടിപ്പിടിച്ച് അണയ്ക്കുന്നൊരു സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? നമ്മളെ കുറ്റപ്പെടുത്താത്ത ഒരാളെ ഉള്ളതരാ യേശു. നമ്മളെ തള്ളിപ്പറയാത്ത ഒരാളെ ഉള്ളതരാ യേശു ക്രിസ്തു. നമ്മളെ പേരുദോഷം പകർത്താത്ത ഒരാളെ ഉള്ളതരാ. നമ്മൾ പാവം ചെയ്യുമ്പോഴും നീ പാപി എന്ന ആൾക്കാരുടെ മുമ്പിൽ നാറ്റിക്കാത്ത ഒരാളെ ഉള്ളതരാ. ആർക്കും ഇഷ്ടപ്പെടാത്ത ചെയ്യുമ്പോഴും നമ്മളെ ചേർത്ത് പിടിച്ച് മക്കളെ എന്ന് വിളിക്കുന്ന ഒരാളെ ഉള്ളതരാ. ഡ്യൂപ്ലിക്കേറ്റ് അല്ലാതെ ഒറിജിനൽ മക്കളെ എന്ന് വിളിക്കുന്ന ഒരാളെ ഉള്ളതരാ. ചിരിച്ചാലും കരഞ്ഞാലും ഹൃദയത്തിനകത്തും പുറത്തും ഒരുപോലെ നിന്ന് ചെയ്യുന്ന ഒരാളെ ഉള്ളതരാ. സ്നേഹിക്കുമ്പോഴും കപടമില്ലാതെ എന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെ ഉള്ളതരാ. അതിര് വിട്ട് പരിധി വിട്ട് സ്നേഹിക്കുന്ന ഒരാളെ ഉള്ളതരാ. മക്കൾക്ക് അതിരുണ്ട്, പരിധിയുണ്ട്. ഭർത്താവിന് ഭാര്യയ്ക്ക് അതിരും പരിധിയുണ്ട്. മാതാപിതാക്കൾക്ക് അതിരും പരിധിയുണ്ട്. പക്ഷെ ഇതിനെല്ലാം പൊട്ടിച്ചുകൊണ്ട് സ്നേഹിക്കുന്നൊരു സ്നേഹമുണ്ടെങ്കിൽ അതാരുടെ സ്നേഹമാണ്? യേശുവിൻ്റെ സ്നേഹം അല്ലേ? ഏത് റൂമിനകത്തും, ഏത് രാത്രി, ഏത് പകലും, എത്ര കുറ്റിരുട്ടിലും കൂടെ നിൽക്കുന്നൊരു സ്നേഹമുണ്ടെങ്കിൽ, എൻ കൂടവേ ഇരും ഓ യേശുവേ, നീരില്ലാமல் நான் வாழ முடியாது, என் கூட இருக்கும் ഓ യേശുവേ. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഇരിക്കുന്ന കർത്താവ് മാത്രമേ നമുക്കുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ആ യേശുവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതിരും പരിധിയില്ലാതെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം ഈ ലോകത്തിൽ നമ്മൾ ആരും സ്നേഹിച്ചതുപോലെ അല്ല യേശുവിൻ്റെ സ്നേഹം. അത് രാത്രിയും പകലും ഒരുപോലെ നിൽക്കുന്നതാണ്. മനുഷ്യൻ, ചില ആൾക്കാരുടെ സ്നേഹം അവരുടെ സമ്പത്ത് തീരുന്നവരെ സ്നേഹിക്കും. സ്തോത്രം. മാതാപിതാക്കൾ നോക്കുമ്പോൾ, മക്കൾ നോക്കുമ്പോൾ, കുടുംബത്തിനകത്ത് നോക്കുമ്പോൾ ഏത് ബന്ധമായോ നിങ്ങൾ നോക്ക്. സ്തോത്രം. ഞാൻ നോക്കുന്ന ആളാണ്. ഇതൊക്കെ ചിന്തിക്കും. നോക്കി വിധിക്കുമെന്നല്ല, ചിന്തിക്കും ഞാൻ. അതിൻ്റെ അപ്പുറത്താണ് യേശുവിൻ്റെ സ്നേഹമെന്ന് എനിക്ക് മനസ്സിലാകും. എവിടെ നോക്കുമ്പോഴും ഇതിനെല്ലാം ഉപരി ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നൊരു സ്നേഹമാണ് യേശുവിൻ്റെ. മനുഷ്യൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത് അല്ലേ? പക്ഷേ യേശു ഒരു പ്രതീക്ഷയില്ലാതെ ഏത് വല്ലാത്ത എന്നെ കയ്യിലെടുത്തും മാറോട് ചേർത്ത് അണച്ച് സ്നേഹിക്കുന്ന സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലനോട് പറയണം, മോനെ എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ എങ്ങനെയുള്ള ബലഹീനതകളിൽ, നിൻ്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാണ് എൻ്റെ കൃപ. ഇന്ന് പകൽക്കാലം കർത്താവ് പറഞ്ഞ, മകളെ എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ അപ്പൻ്റെ കൃപ മതി. എന്തിന്? പാപത്തെ ജയിക്കാൻ, ശത്രുവിനെ ജയിക്കാൻ, ഇരുട്ടിനെ തകർക്കാൻ, ദൈവത്തിൻ്റെ വചനം പ്രസ്താവിപ്പാൻ, ദേശങ്ങളിൽ ഇറങ്ങിച്ചെല്ലാൻ, കാടുകളിലും മേടുകളിലും പാടങ്ങളിൽ ചെല്ലാൻ, അപ്പനെ ഉയർത്തിപ്പിടിക്കാൻ. ഹല്ലേലൂയ. നമ്മുടെ മക്കളോട് സുവിശേഷം പറയാൻ, കുടുംബത്തിലെ അംഗങ്ങളോട് നാണക്കേടില്ല സുവിശേഷം പറയാൻ, യേശു മാത്രം കർത്താവെന്ന് പറയാൻ, ലജ്ജകൾ പോട്ടാൻ. ഹല്ലേലൂയ. നരകത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടം വരെ സ്വർഗത്തിലെത്തിക്കാൻ കർത്താവ് തൻ്റെ വചനത്തെ ദേശങ്ങളിൽ നീയും അയക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വന്ന് അപ്പോസ്തലനോട് പറഞ്ഞു, മോനെ എൻ്റെ കൃപ നിനക്ക് മതി.
ഹല്ലേലൂയ. ആർക്കൊക്കെ ആഗ്രഹമുണ്ട് അപ്പച്ചാ കൃപ വേണം, അങ്ങയുടെ കൃപ വേണം. ഓ കൃപ മതി യേശുനാഥ, തവ കൃപ മതി എന്നും എന്നിൽ. ഹല്ലേലൂയ. ബലഹീന വേളകളിൽ ബലം നൽകും കൃപ മതി. ബലഹീനതയുടെ വേളകളിൽ ബലം നൽകുന്ന കൃപയാണ് യേശുവിൻ്റെ കൃപ. അപ്പോസ്തലൻ പ്രശ്നം വന്നു, രോഗം വന്നു, പ്രതിസന്ധി വന്നു. അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു, അപ്പച്ചാ ഈ രോഗത്തെ മാറ്റണം. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് രോഗം മാറ്റിയില്ല. ദൈവം പറഞ്ഞു, രോഗം മാറുന്നതല്ല, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ ഒന്നുകൂടെ വായിച്ചേ. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി. അടുത്ത് എൻ്റെ ശക്തി ബലഹീനതകൾ എന്ത് ചെയ്യും? തികഞ്ഞു വരും. ആ കൃപ ഇന്ന് പ്രാപിച്ചിട്ടേ ഒന്നിനെക്കുറിച്ചും പതറല്ലേ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും, യോശുവയുടെ പുസ്തകം 1:9 വായിച്ചേ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ സകലവും കിട്ടും. നമ്മൾ ആരന്വേഷിച്ചാൽ മതി? യേശുവിനെ അന്വേഷിച്ചാൽ മതി. ബാക്കി എല്ലാ കാര്യവും ആര് നോക്കും? എൻ്റെ എല്ലാ കാര്യവും നോക്കണത് ആരാ? ഞാനാണോ? പിന്നെ ആരാ? ദൈവം നോക്കും. ആരാ നോക്കുന്നേ? പറ, ആരാ നോക്കുന്നേ? ആരും നോക്കിയില്ലെങ്കിൽ ആര് നോക്കും? കാരണം നമുക്കൊരു അപ്പനുണ്ട്. അതാരാ? മരിക്കാത്തൊരപ്പൻ. അതാരാ? യേശു. മരണത്തെ വിട്ടെഴുന്നേറ്റൊരപ്പൻ. നീ മരിച്ചവരെ ഉയർപ്പിക്കുന്നൊരപ്പൻ. നരകത്തിൻ്റെ തീക്കകത്ത് രക്ഷിച്ചവരപ്പൻ. മരണത്തിൻ്റെ അധികാരിയായി പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിയ അപ്പൻ. അതാണ് നമ്മുടെ അപ്പൻ. സ്വത്രം. ഇനി മരണത്തിന് യേശുവിൻ്റെ വല്ല അധികാരമുണ്ടോ? ഇല്ല. ആ യേശു നമ്മുടെ അപ്പനാണ്. അപ്പം അപ്പനെങ്കിൽ മക്കൾക്ക് വേണ്ടി എല്ലാം കരുതി. ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിനകത്ത് ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ യേശു എൻ്റെ അപ്പനാണെങ്കിൽ അതത് സമയത്ത് എവിടെയൊക്കെയാണോ ദൈവം നമുക്ക് ആവശ്യമെന്ന് കാണുന്നത് ചോദിക്കാതെ തന്നെ. ഹല്ലേലൂയ. ചോദിക്കണോ? മക്കളെപ്പോഴും അമ്മയോട് ചെന്ന് അമ്മ രാവിലെ കാപ്പി വേണമെന്ന് പറയുമോ? തലേദിവസം പറയുമോ? രാവിലെ അമ്മ എണീറ്റ് റെഡിയാക്കി വെക്കും ഉള്ളതിന്. ആണോ? അല്ലേ? അങ്ങനെയെങ്കിൽ സർവശക്തനാകുന്ന ദൈവം എനിക്കൊരാവശ്യം നാളെ ഉണ്ടെന്നറിഞ്ഞാൽ കർത്താവ് റെഡിയാക്കി അവിടെ നിർത്തി വെച്ചിരിക്കും. തക്ക സമയമാകുമ്പോൾ നമ്മളെ കയ്യിൽ ഏലിയാവിന് വിശന്നു കൊണ്ടുപോകാരും സമയമായപ്പോൾ ഒരു കാക്ക പറന്ന് ആഹാരമായിട്ട് ആരുടെ നിൽക്കുന്നു? നിന്നില്ലേ? ഇതാണ് നമ്മുടെ ദൈവം. നമ്മളെപ്പോലെ അവിശ്വസ്തത കാണിക്കുന്ന ഒരാളല്ല നമ്മളെ ദൈവം. സ്തോത്രം. നമ്മളൊരാളിന് ആഹാരം കൊണ്ടു കൊടുക്കുക. നമുക്ക് വയ്യെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമോ? നമ്മൾ പറയും, അയ്യോ ക്ഷീണം, എനിക്ക് ഒട്ടും പറ്റൂല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും കൊടുത്ത് ഇടുമായിരിക്കും. ചിലപ്പോൾ അതിനും പറ്റിയെന്ന് റെഡിയാക്കിയതിനെ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ യേശു പറയുന്ന വാക്ക് അങ്ങനെയല്ല. വിശ്വസ്തനാ. തളരുന്നവനല്ല, തളർന്നിരിക്കുന്നവന് ബലം കൊടുക്കുന്നവൻ. നമ്മളൊക്കെ തളർന്നു പോകും അല്ലേ? തളരും, ഉറപ്പാണ്. പക്ഷെ ദൈവം തളരുന്നവനല്ല, പിന്നെ തളർന്നിരിക്കുന്നതിന് ബലം കൊടുക്കുന്നവൻ. ഹല്ലേലൂയ. ആ കർത്താവ് പറയും, മക്കളെ മുമ്പേ നീ അവൻ്റെ രാജ്യനീതി അന്വേഷിച്ചാൽ അതോടുകൂടെ നിനക്കെല്ലാം കിട്ടും. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു ദിവസം പ്രശ്നത്തിന് നടുവിൽ കിടന്നുറങ്ങിയ പൗലോസ് അപ്പോസ്തലന്റെ അടുക്കൽ ഇറങ്ങി വന്ന് ദൈവം പറഞ്ഞു, മോനെ നീ പ്രസംഗിക്കാം. ഹല്ലേലൂയ. നീ മനുഷ്യനെ ഭയപ്പെടരുത്, മിണ്ടാതിരിക്കരുത്, നീ പ്രസംഗിക്കുക. സ്തോത്രം. മത്തായി 28 വന്ന് പറഞ്ഞു. അപ്പോൾ പുറപ്പാട് പുസ്തകം 4:12 പറഞ്ഞു, മോശയോട് പറഞ്ഞു, മോശേ നിന്റെ വായോടുകൂടെ ഞാൻ ഇരിക്കും, നീ ഞാൻ പറയുന്നത് ചെന്ന് പ്രസ്താവിക്കാം. മത്തായി 28:20 ചെന്ന് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ലോക അവസാനത്തുള്ള എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ പോയി സകല ജാതികളെ എന്ത് ചെയ്യണം? ശിഷ്യരാക്കിക്കൊള്ളുക. ഞാനോ ലോക അവസാനത്തോളം നിന്റെ കൂടെ ഉണ്ട്. അപ്പോസ്തലനോട് പോയി പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി. യോഹന്നാനിൽ ചെന്ന് പറയുകയാണ്, സ്തോത്രം, ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടും എനിക്കുണ്ട്, അവരോടും കൂടെ സുവിശേഷം പറഞ്ഞ് അവരെയും കൂടെ ഈ തൊഴുത്തിനകത്ത് കയറ്റാൻ കൊയ്ത്തേറെയുണ്ട്. വേലക്കാർ ചുരുക്കം, സത്യസന്ധമായി പ്രസംഗിക്കുന്നവർ ചുരുക്കം, അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ ഇടിവിൽ നിൽക്കുന്ന ഒരാളെ ഉള്ളൂ. അതാരാ? യേശു. എങ്കിലും നിങ്ങൾക്ക് ദൈവവേലക്കാർ അങ്ങോട്ട് പ്രാർത്ഥിക്കും, അവിടെ ദൈവമക്കൾ ദൈവവേലക്കാർക്കും പ്രാർത്ഥിക്കും, പരസ്പരം അങ്ങോട്ടും. അപ്പോസ്തലൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയായി സേവിക്കുന്ന ദൈവത്തിൻ്റെ വചനം പ്രാഗൽഭ്യത്തോടെ പ്രസ്താവിക്കാൻ, ആ വചനം വെളിപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്യണം?
പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥന. അപ്പോൾ ദൈവത്തിന് മഹത്വം. ഇവിടെ പറയുകയാണ്, മക്കളെ നീ പോ, ഞാൻ നിന്റെ കൂടെ വരാം. അപ്പോസ്തലന്റെ അടുക്കൽ വീണ്ടും വന്ന് പറയുകയാണ്, അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി പറയുന്നു, മക്കളെ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരും. നീ ശക്തിയോടെ സുവിശേഷം പറ. ഒന്നാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയും, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. വായിച്ചേ, യെശയ്യാവ് 41:10. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. കർത്താവ് പറഞ്ഞു, മക്കളെ ഞാൻ ശക്തീകരിക്കാം. അടുത്ത്, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ എന്ത് ചെയ്യും? താങ്ങും. അടുത്ത വരി, നിന്നോട് കോപിച്ചിരിക്കുന്ന മതി. ഇരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 18-19 വാക്യം വായിക്കുമ്പോൾ, ഇരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 18-19 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും അതത് കാലഘട്ടത്തിൽ അപ്പൻ വിളിച്ച് വേർതിരിച്ച മക്കൾക്ക് അപ്പൻ ശക്തമായ ദൂതുകൾ കൊടുത്തു. ഈ കാലഘട്ടത്തിൽ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും കർത്താവ് സംസാരിക്കുക. ഓരോ കാലഘട്ടത്തിലും ഞാൻ പുറപ്പാടിൽ തുടങ്ങി വന്നു അവിടെ മുതൽ ഈ അറ്റം വരെ നിങ്ങൾ നോക്കും. ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന ഓരോ വ്യക്തികളെ ആരെയെല്ലാം ദൈവത്തിന് ഉപയോഗിക്കണമോ അവിടെയെല്ലാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അപ്പോസ്തലനെ ഉപയോഗിച്ചതുപോലെ പഴയ നിയമം മുതൽ ഓരോ പുസ്തകങ്ങൾ നമ്മൾ നോക്കി വരുമ്പോൾ ആരെയെല്ലാം കർത്താവിന് ഉപയോഗിക്കണമോ അവരുടെ അടുക്കലെല്ലാം ദൈവം ഇറങ്ങിച്ചെന്ന് സംസാരിച്ചു. ഇന്ന് നിങ്ങൾക്കത് വ്യക്തമായി സ്പഷ്ടമായി കാണിച്ചു തരുവാൻ ദർശനങ്ങളിലൂടെ വെളിപ്പാടുകളിലൂടെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ആശ കാണിച്ചു തരാൻ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി കാണിച്ചു തരാൻ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ശുശ്രൂഷകൾ കാണിച്ചു തരാൻ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ കാണിച്ചു തരാൻ ദൈവം മതിയായവനാണ്. ഇവിടുത്തെ ഇരമ്യാവിന്റെ അടുക്കൽ സ്വർഗ്ഗം ഇറങ്ങി. ഓരോരോ കാലഘട്ടത്തിലും അപ്പൻ തെരഞ്ഞെടുത്ത മക്കളുടെ അടുക്കൽ ദൈവം ഇറങ്ങി. ഈ കാലഘട്ടത്തിൽ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് കാണുകയാണ്. കൊയ്ത്തിയാറയുണ്ട്. വയലുകൾ വിളഞ്ഞു കിടക്കുന്നു. പൈതലേ, നീ സുവിശേഷം പറയാൻ വിളഞ്ഞു കിടക്കുക. യേശുവിനെ കണ്ടുമുട്ടാത്തവർ, നിനക്ക് ബാക്കി എല്ലാ കഴിവുണ്ട്. യേശുവിനെ നീ വിളിച്ചു പറ, യേശുവിനെ കുറിച്ച് പറ. നിന്റെ സന്തോഷം നീ മറ്റുള്ളവരോട് കൈമാറ്. അവരോടും പറ, ഞാൻ യേശുവിനെ കണ്ടുമുട്ടി, എന്റെ ഹൃദയത്തിന് ആനന്ദമായി. ആ യേശു നിങ്ങളെ രക്ഷിക്കും. ഹല്ലേലൂയ. ആ യേശു നിങ്ങളെ രക്ഷിക്കുമെന്ന് പറ. ആ യേശു നിങ്ങളെ വിടുവിക്കുമെന്ന് പറ. ഹല്ലേലൂയ. ആ യേശു നിങ്ങളെ രക്ഷിക്കുമെന്ന് പറ. ആ യേശു നിങ്ങളെ സ്നേഹിക്കുമെന്ന് പറ. ആ യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറ. ആ യേശുവിന്റെ രക്തം നിങ്ങളെ പാപം പോക്കുമെന്ന് പറ.
യേശു നിങ്ങൾ നിത്യതി കൊണ്ടെത്തിക്കുമെന്ന് പറ. യേശുവിനെ അല്ലാതെ സ്വർഗത്തിൽ പോകാൻ വേറൊരു വഴിയില്ലെന്ന് പറ. ഓ ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ ഇതൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്. ഇവരൊക്കെ കണ്ണടച്ച് പിടിച്ചോണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞു. ഓരോരുത്തരും പേടിച്ചില്ല. ഒരിടത്ത് മന്ത്രവാദികളെയും പേടിച്ചില്ല, ക്ഷുദ്രക്കാരെയും പേടിച്ചില്ല, പൂജാരികളെയും പേടിച്ചില്ല, നേതാക്കന്മാരെയും പേടിച്ചില്ല, പള്ളി പ്രമാണികളെയും പേടിച്ചില്ല, യഹൂദന്മാരെയും പേടിച്ചില്ല, യവനന്മാരെയും പേടിച്ചില്ല, ആരെയും പേടിച്ചില്ല. അവർ സത്യവചനം വിളിച്ചു പറഞ്ഞു. അവരടിക്കുമ്പോഴും നുറുക്കുന്നതിന്റെ അപ്പുറത്ത് ഒരു കൂട്ടം രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ, നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നീ ഒതുങ്ങിയിരിക്കാനല്ല. നിന്റെ വീട്ടിൽ അനേകരുണ്ടായിരിക്കാം, പക്ഷെ അവരുടെ നടുവിൽ നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നിന്റെ കഴിവ് നോക്കിയിട്ടല്ല, നിന്നെക്കുറിച്ചൊരു ഉദ്ദേശം ദൈവത്തിന് ഉണ്ട്. വായിച്ചേ, ഇരമ്യാ അവനെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. 1:18-19 ടക്കനെ വായിച്ചേ. ഞാൻ നിന്നെ സർവ്വദേശത്തിനും യഹൂദരാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിന്റെ ജനത്തിനും നേരെ. ആർക്കൊക്കെ? യഹൂദ രാജാക്കന്മാർക്കും സർവ്വദേശത്തിനും. ഒന്നാമത്തെ വാക്ക് എന്താ? ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും. കണ്ടോ, ആ കാലഘട്ടത്തിൽ ആ മനുഷ്യനെ പിടിച്ചു നിർത്തി ദൈവം സംസാരിച്ചു. മോനെ, എൻ്റെ ഒരു ദൂതവാഹകനായി ഞാൻ നിന്നെ അയക്കാൻ പോവുകയാ. എവിടെയാ? ഒരു പട്ടണത്തിലല്ല, സർവ്വദേശത്തിലും. കണ്ടോ, സർവ്വദേശത്തിലും. കോടികൾ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവരെടുക്കൽ ഞാൻ നിന്നെ അയക്കുക. സർവ്വദേശത്തിലും. അടുത്ത് സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും, അടുത്ത് പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും. 5 കൂട്ടരായി. പുരോഹിതന്മാർക്കും, അടുത്ത് ദേശത്തിലെ ജനത്തിനും. 5 കൂട്ടർക്ക് ദേശത്തിലെ ജനങ്ങൾക്ക് നേരെ ഉറപ്പുള്ളൊരു പട്ടണവും. നിന്നെ ആരാക്കും? ഈ പട്ടണം ഉറപ്പുള്ളതായിരിക്കും. കാരണം എന്താ? നീ പറയുന്ന വചനം, നീ പ്രസ്താവിക്കുന്ന യേശു ഉറപ്പുള്ളവനാ. ഇത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നീ സത്യ ദൈവത്തെ വിളിച്ച് പറയാൻ പോകുകയാ. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. ദേശത്തിലെ ജനത്തിന് നേരെ ഉറപ്പുള്ളൊരു പട്ടണവും, അടുത്ത് ഉറപ്പുള്ളൊരു പട്ടണവും ഇരുമ്പ് തൂണും. ഇരുമ്പ് തൂണും താമ്ര മതിലുകളും. എത്രയൊക്കെ ആഗ്രഹമുണ്ട് ഈ വചനം ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ സംസാരിക്കുകയാണ്. ഇതിനകത്തെ ഈ ജനത്തിന്, ഈ ദേശത്തിന്, യഹൂദ രാജാക്കന്മാർക്ക്, പ്രഭുക്കന്മാർക്ക്, പുരോഹിതന്മാർക്ക്, ദേശത്തിലെ ജനങ്ങൾക്ക് നേരെ ഉറപ്പുള്ളൊരു പട്ടണവും ഇരുമ്പ് തൂണും താമര മതിലുകളും ആക്കിയിരിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും. നീ കർത്താവിനെ കുറിച്ച് ഉയർത്തും, പക്ഷെ ശത്രു നിന്നോട് യുദ്ധം ചെയ്യും. പക്ഷേ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. എന്താ സംഭവിക്കാത്ത? കർത്താവ് വിളിച്ചിറക്കുന്നത്. കർത്താവാണ് വിളിച്ച് നിന്നെ ഇറക്കുന്നത്. കർത്താവ് വിളിച്ചിറക്കുമ്പോൾ ഒരു ശക്തി തന്നെ ഇറക്കുള്ളൂ. നീ പേടിക്കൽ. വായിച്ചേ. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ല. എന്ത് ചെയ്തില്ല? കാരണം നീ നമ്മുടെ ഭവനങ്ങൾ പ്രാർത്ഥനാലയങ്ങളായി, പ്രാർത്ഥനയുള്ള ഭവനങ്ങളായി, ആരാധനയുള്ള, ദൈവഭയമുള്ള ഭവനമായി, വിശുദ്ധിയുള്ള. ദൈവത്തിന് സ്വോത്രം. കഴിഞ്ഞ നാൾ നീ പ്രാർത്ഥിക്കുമായിരുന്നു, ഇന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് നിന്നെ തൊടാൻ പോകുകയാ. പ്രാർത്ഥിക്കുന്ന ഒരാളാക്കി. കെട്ടുകൾ പൊട്ടും, ബന്ധനങ്ങൾ തകരും, ചങ്ങലകൾ അഴിയും, കുടുംബത്തിന്റെ ഇരുട്ടിന്റെ ബന്ധനം അഴിയും, ഭവനങ്ങളെല്ലാം പിടിക്കപ്പെടും. ദൈവത്തിന് സ്വോത്രം. നിന്നോട് യുദ്ധം ഉണ്ടാകും, പക്ഷേ യുദ്ധത്തിൽ നീ എന്ത് ചെയ്യത്തില്ല? പരാജയപ്പെടത്തില്ല. നിന്നെ ജയിക്കയില്ല താൻ. വായിച്ചേ. നിന്നെ ജയിക്കയില്ല താൻ. കാരണം എന്താ? ജയിക്കാൻ പറ്റാത്ത കാരണം എന്താ? നിന്നെ രക്ഷിപ്പാൻ യുദ്ധക്കളത്തിൽ നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് എന്റെ കർത്താവ് പറഞ്ഞു. മക്കളെ, യുദ്ധക്കളത്തിനകത്തുണ്ടല്ലോ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഞാൻ നിന്നെ രക്ഷിക്കും, ഞാൻ നിന്നെ വിടുവിക്കും. യുദ്ധക്കളത്തിൽ ശത്രു നിനക്കെതിരെ തകർത്തുകളെന്ന് വാദിച്ച് വെല്ലുവിളിച്ച് വരും. ആ മന്ത്രം ഫലിക്കത്തില്ല. ക്ഷുദ്രം നിന്നെ കേൾക്കത്തില്ല. നിന്റെ കുടുംബത്തിനകത്ത് ഇതൊന്നും എന്ത് ചെയ്യത്തില്ല? ഫലിക്കത്തില്ല. രമ്യ 15:20-21 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതി, ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്ര ഭിത്തിയാക്കി വെക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കയില്ല. വായിച്ചേ. 15:20-21. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്ര ഭിത്തിയാക്കി. ആരോടാ പറഞ്ഞ? ഇരമ്യാവിനോട്. താമ്ര ഭിത്തിയാക്കി വെക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും. യുദ്ധം ഉണ്ടാവും, പക്ഷേ ജയിക്കയില്ല. കാരണം എന്താ? അടുത്ത വരി. നിന്നെ രക്ഷിപ്പാനും വിടിയിപ്പാനും ഞാൻ നിന്റെ കൂടെ. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും കൂടെ ആരുണ്ട്? രക്ഷിക്കുന്നൊരു ദൈവമുണ്ട്, വിടിവിക്കുന്നൊരു ദൈവമുണ്ട്, അത്ഭുതം ചെയ്യുന്നൊരു ദൈവമുണ്ട്. അടുത്ത വാക്യം കൂടെ വായിച്ചേ. നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത വരി. ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും നിഷ്കണ്ടന്മാരുടെ കയ്യിൽ നിന്ന് നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും, നിഷ്കണ്ടന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും
ചെയ്യും. ഹല്ലേലൂയ. മത്തായി 10:30 വായിക്കുമ്പോഴും ലൂക്കോസ് സുവിശേഷം 12 വായിക്കുമ്പോഴും 6 വായിക്കുമ്പോഴും എന്നാൽ നിങ്ങളുടെ തലയിൽ രോമമെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? എണ്ണിയിരിക്കുന്നു. വായിച്ചേ സ്തോത്രം. മത്തായി 12:30 വായിച്ചേ. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. പൗലോസിനോട് ദൈവം പറഞ്ഞു, മക്കളെ നീ പ്രസംഗിക്കുക, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ പേടിക്കണ്ട, നിന്റെ ഇവിടെ ഞാൻ ശക്തി അയച്ച് പറഞ്ഞേക്കുക, നീ പൊയ്ക്കോ. ഇരമ്യാവിനോട് ദൈവം പറഞ്ഞു, പിന്നെ യെഹെസ്കേലിനോട് ദൈവം പറഞ്ഞു, യെശയ്യാവിനോട് ദൈവം പറഞ്ഞു, പിന്നെ സ്തോത്രം യോശുവയോട് ദൈവം പറഞ്ഞു, മോശയോട് ദൈവം പറഞ്ഞു, പുതിയ നിയമ വിശുദ്ധന്മാരോട് ദൈവം പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ 2024 ഇതിനകത്തിരിക്കുന്ന എന്നോട് നിങ്ങളോട് പറയുന്നു, പേടിക്കരുത്, ഉറച്ചതില്ല. അത്ഭുതം കാണും, അത്ഭുതം കാണും, അതിശയം കാണും, അടയാളം കാണും, ദൈവപ്രവൃത്തി കാണും. ശത്രുവിൻ്റെ മണ്ഡലങ്ങൾ തകർന്നു മാറും, തരിപ്പണമാകും, ഇരുട്ടിൻ്റെ വ്യാപാരം തകരും. പേടിക്കരുത്. സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ മിണ്ടാതിരിക്കരുത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ആർക്കും നിന്നെ കയ്യേറ്റം ചെയ്യാൻ കഴിയത്തില്ല. ഈ പ്രശ്നം അവസാനമല്ല, ഈ പ്രതിസന്ധി നീങ്ങും, ഈ മേഘം മാറിപ്പോകും, ഈ പ്രതികൂലം മാറിപ്പോകും, നിൻ്റെ കുടുംബത്തിനകത്ത് വിടുതൽ വരും. നീ ഒരു അനുഗ്രഹമത്രേ. ഹല്ലേലൂയ. തീക്കകത്ത് പോകുന്ന കോടി ജനങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ യേശുവിനകത്തിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് കാണുന്നുണ്ട്. ഇന്ന് എത്രയൊക്കെ ആഗ്രഹമുണ്ട്, അതെ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു. ആ കൃപയ്ക്ക് നമുക്ക് ആശ്രയിക്കാം.